പരിശുദ്ധമായ ഖുർആനിൽ 123 തവണയിൽ പരം അല്ലാഹു പറഞ്ഞ വാക്കാണ് റിസ്ഖ്. ആ റിസ്ഖ് എന്ന പരാമർശം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നിരവധി സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ടു. ഇവിടെ റാസിഖ് അല്ലാഹുവാണ്, റിസ്ഖ് തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിൽ നിനക്ക് ബലമായ വിശ്വാസവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ നീ ഒരിക്കലും വ്യസനിക്കുകയും വിഷമിക്കുകയും വേണ്ട. നിനക്ക് ലഭിക്കാനുള്ള റിസ്ഖ് നഷ്ടപ്പെട്ടു പോവില്ല. നീ എന്തിനാണ് വിഷമിക്കുന്നത് മുസ്ലിമേ? റിസ്ഖ് കിട്ടാത്തതിന്റെ പേരിൽ നീ എന്തിനു വിഷമിക്കണം? കാരണം നിന്റെ റബ്ബാനാ, സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹുവാണ് നിന്റെ റാസിഖ്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹൂദിലൂടെ അല്ലാഹു പറയുന്നത് കണ്ടോ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിലുള്ള സർവചരാചരങ്ങളുടെയും റിസ്ഖ് അല്ലാഹുവിന്റെ കയ്യിലാണത്രേ. ഒരാളും അതിന്റെ പേരിൽ വിഷമിക്കേണ്ടി വരില്ല, പ്രയാസപ്പെടേണ്ടി വരില്ല. അതുകൊണ്ട് റിസ്ഖിന്റെ വിഷയത്തിൽ ആശങ്കപ്പെടണ്ട. റിസ്ഖിന് വേണ്ടിയിട്ട് നീ ആരാധനകളിൽ അല്ലാഹുവേ അമാന്തം കാണിക്കേണ്ടതില്ല. ഞാൻ റിസ്ഖ് തേടി പോകുന്നത് കൊണ്ടാണ്, എന്റെ ജീവിത മാർഗവുമായി ഞാൻ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്, എന്റെ ജീവനോപാധികൾക്ക് വേണ്ടി ഞാൻ പകലന്തിയോളം കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയാത്തത്, നമസ്കരിക്കാൻ കഴിയാത്തത്, എനിക്ക് അല്ലാഹുവിന് വേണ്ടി ആരാധനകളിൽ പങ്കുചേരാൻ കഴിയാത്തത് എന്റെ ജോലി തിരക്കുകൾ കൊണ്ടാണെന്ന് പറഞ്ഞു പോകല്ലേ. കാരണം എന്താണ്? കാരണം ലോകത്ത് ഇന്ന് വരെ ഒരാൾ ഇബാദത്ത് ചെയ്തു എന്നതിന്റെ പേരിൽ അവന്റെ റിസ്ഖ് മുടങ്ങിയിട്ടില്ല. നിന്റെ ചുറ്റുമുള്ളവരിലേക്ക് നീ കണ്ണോടിക്ക് എന്റെ പ്രിയപ്പെട്ടവനെ, എത്ര മനുഷ്യരാ അവർ ദൈനംദിന ജോലികൾ ചെയ്യുമ്പോ അവരുടെ നമസ്കാരങ്ങൾക്ക് മുടക്കം വരാതെ ശ്രദ്ധിക്കുന്നവരാ. പടച്ചവനെ, അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുമ്പോ നിന്റെ റിസ്ഖ് മുടങ്ങുമെന്നാണോ നീ ചിന്തിക്കുന്നത്? നീ വാഹനം ഓടിക്കുന്നവനാണെങ്കിലും വാഹനത്തിൽ സഞ്ചരിക്കുന്നവനാണെങ്കിലും നീ ജീവിത ഉപാധികളുമായി ഏത് മേഖലയിൽ പങ്കുചേരുന്നവനാണെങ്കിൽ പോലും ഒരിക്കലും നിന്റെ റിസ്ഖിന്റെ പേരിൽ, അല്ലാഹു നൽകുന്ന റിസ്ഖിന്റെ പേരിൽ നീ ആരാധനകളിൽ ആശങ്കപ്പെടരുത്, നീ അമാന്തം കാണിക്കരുത്, അലസത കാണിക്കരുത്. കാരണം ഇല്ല അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹുവിന്റെ കയ്യിലാണ്. ഇന്ന് ചിലരുടെ വിഷമം എന്തെന്നറിയോ? ഇന്ന് ചിലർ പറയുന്ന കാരണങ്ങൾ എന്തെന്നറിയോ? ഇന്ന് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് നമസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല എന്നാ പറയുന്നത്. ജോലി തിരക്കുള്ളത് കൊണ്ട്, എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ചിലരുടെ പരാതി. സുബ്ഹാനല്ലാഹ്. നിനക്ക് റിസ്ഖ് തരുന്നവൻ അല്ലാഹുവാണ്. നിനക്ക് എത്ര തരണമെന്ന്, എങ്ങനെ തരണമെന്ന്, എപ്പോഴാ നിന്റെ റിസ്ഖ് അവസാനിക്കേണ്ടതെന്നും തീരുമാനിക്കുന്ന അല്ലാഹുവിന്റെ മുന്നിലാണോ എന്റെ പ്രിയപ്പെട്ടവനെ നീ പറയുന്നത് ജീവിത തിരക്കുകൾ കൊണ്ടാണ് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്തതെന്ന്? എങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹൂദിലൂടെ അല്ലാഹു പറയുന്ന റിസ്ഖിന്റെ വചനങ്ങൾ നിന്റെ ശ്രവണപുടങ്ങളിലൂടെ നിന്റെ തലച്ചോറിലേക്ക് കടന്നു ചെല്ലണം കേട്ടോ. അല്ലാഹു പറയുന്നു ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. മോനെ, നിനക്ക് മാത്രമല്ല ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും റിസ്ഖ് കൊടുക്കുന്നത് അല്ലാഹുവാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം എന്റെ സഹോദരങ്ങളെ, വ്യക്തമായി പറയാം, ഒരാളുടെയും റിസ്ഖ് അല്ലാഹു തടഞ്ഞു വെക്കുകയില്ല. ഒരാളും റിസ്ഖിന്റെ പേരിൽ വിഷമിക്കൂല, വലഞ്ഞു പോകൂല, പ്രതിസന്ധിയിലാവൂല. ആരുമില്ലാതെ തെരുവിലൂടെ അലയുന്ന അനാഥനും അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നവനാണ്. ആകാശത്തിന്റെ വന്മയിലൂടെ ചിറകടിച്ച് പറന്നുയരുന്ന പക്ഷിപറവാദികൾക്കും
കടലിന്റെ ആഴങ്ങളിലൂടെ ഊളയിട്ട് പോകുന്ന മത്സ്യക്കുഞ്ഞിനും കാരിരുമ്പ് പോലെ കറുത്തിരിക്കുന്ന കരിമ്പാറയുടെ ഉള്ളിലൂടെ ചലിച്ച് പടച്ചവനെ മുന്നോട്ട് പോകുന്ന ഉറുമ്പിന്റെ നാവിൻ തുമ്പിൽ ഭക്ഷണം കൊടുക്കുന്നവനും അല്ലാഹുവാണ്. ആരുടെയും റിസ്ക് അല്ലാഹു തടയൂല, ആരുടെയും റിസ്ക് അല്ലാഹു തടഞ്ഞു വെക്കുകയില്ല. നമ്മുടേതായ ചില സ്വഭാവ ദൂഷ്യങ്ങളാണ് റിസ്ക് തടയപ്പെടാൻ കാരണം. ചില കാരണങ്ങൾ പറയാം. ഒന്നാമതായി മനുഷ്യ, നീ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും, നീ എത്ര തന്നെ പരിശ്രമിച്ചാലും നിന്റെ റിസ്ക് മുടങ്ങാനുള്ള ഒന്നാമത്തെ കാരണം നീ തന്നെയാണ്. അല്ലാഹു കൊടുക്കുന്ന റിസ്ക്, മറ്റൊരാൾക്ക് പടച്ചവൻ കൊടുക്കുന്ന നന്മ, അനുഗ്രഹങ്ങൾ, റിസ്ക് നീ തടയുകയോ ആ റിസ്ക് തടയാൻ നീ കാരണക്കാരനാവുകയോ ചെയ്താൽ നിന്റെ റിസ്ക് അല്ലാഹുവും തടയും. കാരണം എന്താ? കാരണം അല്ലാഹു പറഞ്ഞ വാക്കിനോട് നീ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ അല്ലാഹു റിസ്ക് കൊടുത്തു, അനുഗ്രഹം കൊടുത്തു, സന്തോഷം കൊടുത്തു. നീ എന്ത് ചെയ്തു? പടച്ചവൻ കൊടുത്തതിനെ തട്ടി നീക്കാൻ ശ്രമിക്കുക. നീ അതിന് വിലങ്ങ് തടിയാവാൻ നിൽക്കല്ലേ. അല്ലാഹു എന്ത് പറഞ്ഞു? ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. പടച്ചവൻ കൊടുത്ത റിസ്ഖാണത്. അവന്റെ ജോലിയാകട്ടെ, അവന്റെ ജീവിതമാവട്ടെ, അവന്റെ കുടുംബമാവട്ടെ, ഏത് കാര്യമാണെങ്കിലും മോനെ അത് നീ കൊടുത്തതല്ല, അവന്റെ റബ്ബ് കൊടുത്തതാണത്. നിനക്കെന്ത് അധികാരം? നിനക്കെന്ത് അവകാശം? നീ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? അങ്ങനെ എങ്ങാനും ഒരു മനുഷ്യനിൽ നിന്ന് ഒരു റിസ്ഖിനെ നീ തള്ളി മാറ്റിയാൽ, ഒരു റിസ്ഖിനെ നീ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ, ഒരാളുടെ ജോലി നഷ്ടപ്പെടുത്താൻ, അവന്റെ ഉപജീവന മാർഗം തകർക്കാൻ നീ ശ്രമിച്ചു പോയാൽ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്വഭാവം കൊണ്ടോ അതിന് വിലങ്ങ് തടിയായി പോയാൽ നിന്റെ റിസ്ഖിനാണ് കോട്ടം വരിക. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 വിഭാഗം ആളുകൾക്ക് വലിയ നാശമുണ്ടാകും. 3 വിഭാഗം ആളുകൾക്ക് വലിയ നാശമുണ്ടാകും എന്ന് ഖുർആൻ പറയുകയാണ്. 3 വിഭാഗം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ 3 കൂട്ടരിൽ അവരുടെ സ്വഭാവത്തിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. നമ്മൾ എപ്പോഴും ദ്വാരക്കുന്നത് എന്താ? നമ്മൾ എപ്പോഴും എന്താ ദ്വാ ചെയ്യാ? അനുഗ്രഹങ്ങൾ ചോദിക്കാറുണ്ട്, നിഅമത്തുകൾ ചോദിക്കാറുണ്ട്. എപ്പോഴെങ്കിലും പറയാറുണ്ടോ, പടച്ചവനെ നിന്റെ കോപം വരുന്നതിൽ, അല്ലാഹ് നിന്റെ കോപം വരുന്നതിൽ നീ എന്നെ ഉൾപ്പെടുത്തല്ല റബ്ബേ, നിന്റെ അദാബ് വരാതെ എന്നെ കാക്കണേ അല്ലാഹ്. തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖൊക്കെ ചോദിച്ചോ? ദുആ നിസ്കരിക്കാം, തഹജ്ജുദ് നിസ്കരിക്കാം, സുന്നത്ത് നോമ്പുകൾ പിടിക്കാം, സ്വലാത്തുകൾ ധാരാളം ചൊല്ലാം, അതൊക്കെ നല്ല കാര്യം. പക്ഷേ അല്ലാഹുവിന്റെ കോപമുണ്ടാകുന്ന കാര്യത്തിൽ പെടാതിരിക്കാൻ എപ്പോഴും ദുആരക്കണം. റബ്ബനാ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക. അല്ലാഹ്, പടച്ചവനെ നിന്റെ കോപത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിൽ നിന്ന് നാശം വരാനുണ്ട്, അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരാനുണ്ട്. അല്ലാഹുവേ, ആരാണ് ആ 3 വിഭാഗം എന്നറിയോ? അല്ലദീന ഹുമാ അൻ സ്വലാത്തിഹിം സാഹൂൻ. ചിട്ടയില്ലാതെ, നിയമമില്ലാതെ, മാധുര്യമില്ലാതെ നമസ്കരിക്കുന്നവരാ. തോന്നിയതുപോലെ നിസ്കരിക്കാം, ആര് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ടെന്നാ ചിലരുടെ ധാരണ. ഒരു ചിട്ടയില്ല, ഒരു ശ്രദ്ധയുമില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടാം. പേര് നമസ്കാരമെന്ന്. അല്ലാഹുവേ, വലിയ അദാബാണത്. ഇത് ഞാനല്ല പറയുന്നത് മുഅ്മിനെ, നിന്റെ റബ്ബ് തന്നെ പറയാൻ, ഈ നിസ്കാരം നാശത്തിനാണ്, ഈ നിസ്കാരം നാശത്തിനാണ്. എടോ, വെള്ളം കുടിച്ചാലും രുചി വേണം, ഭക്ഷണം തിന്നാലും അതിന് രുചി വേണം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ രുചി വേണ്ടേ? രുചിയില്ലാതെ എന്ത് കഴിച്ചിട്ടെന്ത് കാര്യം? നമസ്കാരം ഒരു മാധുര്യമാണ്, ഈമാൻ ഒരു മാധുര്യമാണ്. അതിന് രുചിയില്ലാതെ വന്നാൽ പിന്നെ അതിൽ ഫലമില്ല. നമസ്കരിക്കുന്നവന് നമസ്കാരം കൊണ്ട് ഹൃദയ സാന്നിധ്യം വരണം, സമാധാനം വരണം, സന്തോഷം വരണം, മാനസിക ഉല്ലാസം വരണം. മുഅ്മിനേ, ചിട്ട വേണം, നമസ്കാരത്തിൽ ശ്രദ്ധ വേണം, നിയമങ്ങൾ പാലിക്കണം, ഉത്തരവാദിത്വം വേണം. സുബ്ഹാനല്ലാഹ്, സമയക്രമം പാലിക്കണം.
ഇതൊന്നുമില്ലാത്ത നമസ്കാരം നാശത്തിലാണെന്ന പരിശുദ്ധമായ ഖുർആൻ. ആരാണ് രണ്ടാമത്തെ വിഭാഗം? അല്ലദീന ഹും യുറാഊൻ. ഞാൻ ചെയ്യുന്നതൊക്കെ ആളുകൾ അറിയട്ടെ എന്ന് ചിന്തിക്കുന്നവർ. എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് അതൊക്കെ 10 പേർ അറിയട്ടെ. ഞാൻ എന്റെ ഉമ്മായെ സ്നേഹിക്കുന്നത്, സഹായിക്കുന്നത്, മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്, കൂടപ്പിറപ്പിനും കൂട്ടുകാർക്കും ചെയ്യുന്നത്, പാവങ്ങൾക്ക് ചെയ്യുന്നത്, സമുദായത്തിന് ചെയ്യുന്നത്, പള്ളിക്ക് ചെയ്യുന്നത്, അല്ലാ ആളുകൾ എന്തും പറയട്ടെ. പക്ഷേ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരിക്കൽ പോലും ഇത് മറ്റൊരാൾ അറിയണമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ, ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം നാശത്തിലാണ്. മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാൻ നീ എന്തെങ്കിലും ചെയ്തു പോയാൽ അതൊരിക്കലും നല്ലതിൽ അവസാനിക്കില്ല, അത് നാശത്തിലാണ്. ആര് പറഞ്ഞു? പരിശുദ്ധമായ ഖുർആൻ. മൂന്നാമത്തെ വിഭാഗം ആരാണ്? വയംനഊനൽ മാഊൻ. അല്ലാഹുവേ, നിനക്കല്ല, നിന്റെ സഹോദരന്, നിന്റെ കൂട്ടുകാരന്, കുടുംബക്കാരന്, അതേ മറ്റൊരാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം തടയാൻ അതിന്റെ തടസ്സം നിന്നാൽ, അത് മുടക്കാൻ നീ ശ്രമിച്ചാൽ അത് നാശമാണെന്ന് ഖുർആൻ. പ്രശ്നവനെ, എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടിപ്പോയാൽ അതിനെ ഉടനെ പോയി തടയാം. അല്ലാഹ്, എത്ര വലിയ പാതകമാണോ അത്. നിങ്ങളൊരു ഹദീസ് കേൾക്കണേ. ഈ ഹദീസ് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടണമേ. ആയുസ്സുള്ള കാലത്തോളം ഈ ഹദീസിന്റെ അർത്ഥം നിന്റെ ഹൃദയത്തിലൂടെ പ്രകാശ വലയത്താൽ നിന്റെ ശരീരം നിയന്ത്രിക്കുന്ന ഒരു ഹദീസായി മാറണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യുമിനു അഹദുകും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസിയെന്ന് അവകാശപ്പെടാൻ പറ്റൂല. നിങ്ങൾ വിശ്വാസിയാണെന്ന് അവകാശപ്പെടാൻ പറ്റൂല. ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന, നമസ്കരിക്കുന്ന, ഇബാദത്തുള്ള തികഞ്ഞ മുഅ്മിനാണെന്ന് അവകാശപ്പെടാൻ പറ്റൂല. എന്തുകൊണ്ട്? ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഹത്താ യുഹിബ്ബു ലി അഖീഹി. നിന്റെ സഹോദരന് വേണ്ടിയിട്ട്, നിന്റെ സഹജീവിക്ക് വേണ്ടി നീ കൊതിക്കണം, ആഗ്രഹിക്കണം. എന്ത്? മാ യുഹിബ്ബു ലി നഫ്സിഹി. നിനക്ക് കിട്ടണമെന്ന് എന്തൊക്കെയാണോ നീ ആഗ്രഹിക്കുന്നത്, നിനക്ക് കിട്ടാൻ നീ എന്തൊക്കെ ആഗ്രഹിക്കുമോ അതൊക്കെയും നിന്റെ സഹോദരന് ലഭിക്കാനും നീ ആഗ്രഹിക്കണം. ഈ സ്വഭാവം നിന്നിൽ ഉണ്ടാകുന്നത് വരെ നീ ഒരു വിശ്വാസിയാണെന്ന് പറയാൻ കഴിയില്ലെന്ന് ലോകത്തിന്റെ നായകൻ, ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ. നമ്മളെന്താ പറയാ? നീ നശിച്ചു പോകും, നീ നശിച്ചു പോകും, നിന്നെ ഞാൻ നശിപ്പിക്കും, നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. എത്ര നിസാരമായിട്ടാ പറയുന്നത്. ഇത്തരം ആളുകൾക്ക് നാശമാണെന്ന് ഖുർആൻ പറഞ്ഞു. നമ്മൾ ചിന്തിക്കും, അങ്ങനെ നമ്മൾ നശിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കും. വെറുതെയെങ്കിലും ചിന്തിക്കും. നമ്മുടെ കുടുംബം തകർന്നു പോകാൻ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ മറ്റുള്ളവന്റെ കുടുംബം തകരാൻ നമ്മൾ വെല്ലുവിളിക്കും. അതിനുവേണ്ടി പറ്റാവുന്നത് ചെയ്യും. ഒരു മാന്യമായ ബന്ധം തുടർന്നു പോകുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല, അതിനും അവിടെ നമ്മൾ എന്തെങ്കിലും പാരയുണ്ടാക്കും. ഒരു പാവപ്പെട്ട പെണ്ണിന് പ്രസവനെ സാധുവായ പൊന്നുമോള്, അല്ലാഹ് ഒരു നല്ല പെൺകുട്ടിക്ക് ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ആലോചന വന്നു എന്നറിഞ്ഞാൽ ആദ്യം നിന്റെ ഹൃദയം പൊട്ടും. നീ എന്ത് ചെയ്യും? നീ അതിനെ മുടക്കാൻ ശ്രമിക്കും. ഒന്നുകൂടിയൊക്കെ ആലോചിച്ചിട്ട് പോരെ. അവരോട് പറയാം, സംബന്ധക്കാരോട് പറയാം, ഒന്നുകൂടിയൊക്കെ ആലോചിച്ചിട്ട് പോരെ. വേറെ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്നാണ് അറിവ്. ആലോചിച്ചു, എന്താ ഈ പറയുന്നത്? എന്താണോ നീ പറയുന്നത്? നിന്റെ കുഞ്ഞിന്, നിന്റെ പെൺകുട്ടിക്ക്, നിന്റെ മകൾക്ക് ഒരു വിവാഹം വന്നാൽ അത് തകർന്നു പോകാൻ നീ ഇഷ്ടപ്പെടുവോ? നീ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് വരുന്ന ബന്ധം തകരാൻ നീ ഇഷ്ടപ്പെടണമോ? നീ ഏത് മുസ്ലിമാണ്? നീ എന്ത് വിശ്വാസിയാ? നമ്മുടെ മക്കള് എന്ത് തെറ്റ് ചെയ്താലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ?
സ്വന്തം മക്കള് ഒരു കൊലപാതകയാണെന്ന് സമൂഹം മുഴുവനും പറഞ്ഞാലും, കള്ളനാണ് കൊലപാതകയാണെന്ന് സമൂഹം മുഴുവനും വിളിച്ച് പറഞ്ഞാലും, പടച്ചവനെ നമ്മൾ സ്വന്തം മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കും, അവരെ നമ്മൾ കൈവിടൂല. അവര് പട്ടിണി കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? ഇപ്പൊ പിന്നെ പറയും അങ്ങനെയാണ് അവൻ, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുക എന്ന് പറയും. ജീവിതത്തിൽ സ്വന്തമായ അനുഭവം വരുമ്പോ അറിയാം. ആര് കല്ലെറിഞ്ഞാലും ആര് ചീത്ത വിളിച്ചാലും ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ അവന്റെ മാതാപിതാക്കൾ ശ്രമിക്കുന്നത് കാണാം. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക, സ്വന്തം കുഞ്ഞിന് അങ്ങനെ ഒരു ഗതി വന്ന അവൻ ഒരിക്കലും പട്ടിണി കിടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന നീയാണ് നിന്നെ കണ്ടിട്ട് സലാം പറഞ്ഞില്ല എന്ന പേരിൽ, മിണ്ടിയില്ല എന്ന പേരിൽ, നിന്നെ വിവാഹത്തിന് വിളിച്ചില്ല എന്ന പേരിൽ, അല്ലെ, എന്തിന്റെയൊക്കെ നിസാരപ്പെട്ട കാരണത്തിന്റെ പേരിൽ അവർക്ക് ഒരു നന്മയും ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് നിന്റെ ഹൃദയത്തിൽ വരച്ചിടണേ മുസ്ലിമേ. ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിനക്ക് വേണ്ടി, നിന്റെ ശരീരത്തിന് വേണ്ടി നീ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ, എന്തെല്ലാം കൊതിക്കുന്നുവോ, അതൊക്കെയും നിന്റെ സഹജീവിയായ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ആർക്കും യഥാർത്ഥ മുഅ്മിനാവാൻ സാധ്യമല്ലെന്ന് കാലോചിതമായി കാലത്തോടെ പറഞ്ഞു കാരുണ്യത്തിന്റെ കാവൽ ദീപമേ മുഹമ്മദ് മുസ്തഫ.